തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും പങ്കെടുത്തത് തികച്ചും തെറ്റായ സന്ദേശമാണ് നൽകിയതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇന്ത്യയിലെ 50 കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും. കഴിഞ്ഞ 4 തേയില സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. ഒന്നും കൂടി പറയാനുണ്ട്. ഉദകക്രിയക്കാണോ ഇവരെവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി, തിരിച്ച് പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത്? ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട്. അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള 1ാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ 1-2 ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ്. ഇന്ന് രൂക്ഷമായ വിമർശനമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് അവിടെ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ പങ്കെടുത്ത സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും അടക്കമുള്ള UDF MPമാർ, കോൺഗ്രസ് നേതാക്കളടക്കം പങ്കെടുത്തത്. ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് നൽകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുകയാണ് റഷീദ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. ആ ചോദ്യം ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. കാരണം രാജ്യത്തെ 26 കോടി മനുഷ്യരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടതിന് പിന്നാലെയാണ് ഈ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും സംഘവും പോയി പങ്കെടുത്തത്. തൊഴിലുറപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാർലമെന്റിലെ സഭകളിലെ ചർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഈ ചായ സൽക്കാരത്തിലേക്ക് ഈ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ എത്തുകയും ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രിയെയും അതോടൊപ്പം BJP നേതാക്കളെയും പുകഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് ഏറ്റിട്ടുള്ള വലിയ കളങ്കം തന്നെയാണ്, തീരാക്കളങ്കം എന്നതാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അംബേദ്കറെ അപമാനിച്ചതിൽ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ ചായ സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും വിട്ടുനിന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാജ്യത്തെ 58 ലക്ഷത്തോളം തൊഴിലാളികളെ തന്നെ രൂക്ഷമായി ബാധിക്കുന്ന ഈ തൊഴിൽ ബില്ലിൽ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് മിനിറ്റുകൾക്കകമാണ് ഭരണപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തുകയും മോദിയെ അടക്കം പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഹാത്മാഗാന്ധിയുടെ ചിത്രം അടക്കം ഇനിയും ഇന്ത്യയുടെ നോട്ടുകളിൽ നിന്ന് നിരോധിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം നടക്കുന്ന ചായ സൽക്കാരത്തിൽ പോലും ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം പങ്കെടുത്തേക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള വിവിധ MPമാർ ഇത്തരത്തിൽ കേരളത്തിന് പ്രതികൂലമായി കൊണ്ട് രാജ്യസഭയിലും അതോടൊപ്പം
ലോക്സഭയിലും സംസാരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിനെതിരെ കൂടി രൂക്ഷമായിട്ടുള്ള വിമർശനം അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ നൽകുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വയനാടിനെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും മോദിയെ അടക്കം പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് വലിയ ഒരു വിപത്ത് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റു പാർട്ടികളിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. വിവിധ നേതാക്കൾ ഇതിനോടകം തന്നെ ഈ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും മോദി സ്തുതിയും വാഴ്ത്തിപ്പാടുകയും ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുകയും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചിരിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രിയങ്ക ഗാന്ധിയുടെ NK പ്രേമചന്ദ്രന്റെ ഒക്കെ ഈ നടപടി എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇപ്പോഴും അവരിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരെ ഒറ്റുകൊടുക്കുന്ന സമീപനമല്ലേ കോൺഗ്രസ് നേതൃത്വം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ സ്വീകരിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ എന്ത് പ്രതികരിക്കാനുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അവർ ഇതിനെ ന്യായീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം ഓർക്കുക, ഇതിനു മുൻപ് നടന്ന 4 ചായ സൽക്കാരങ്ങളും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും ഗൗരവതരമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവരുടെ വിധേയത്വം കാണിച്ചത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ആ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി സംസാരിച്ചത്.